നടന്നത്. ഈ ചടങ്ങിൻ്റെ കൂടെ ബഹുമാനപ്പെട്ട MLA ഈ ബാങ്കിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച MS ഗിരീഷ് കുമാറിൻ്റെ നാമത്തിലുള്ള ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ഈ ബാങ്കിനെ നിങ്ങൾ വിളിക്കുന്ന 714 എന്നാണ്. ഞാൻ ഈ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഹെഡ്ക്വാർട്ടറിൽ നിന്നിരുന്ന ഒരാളാണ്, കണ്ണൂരാണ്. പക്ഷെ അവിടെ ഞങ്ങൾ ആരും 714 ക്ലിപ്തം നമ്പർ പറയാറില്ല. ഇതൊരു ആദ്യത്തെ അനുഭവമാണ്. പിന്നെ ഈ ചടങ്ങിന് ക്ഷണിച്ചപ്പം രജീഷും ഞങ്ങളൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ്. അടിവരയിടുന്നതിന് 714 എന്ന നമ്പറിനാണ്. ഞാനെന്തിനാണ് ഇപ്പോൾ ഈ 714 ഇങ്ങനെ പറയുന്നത്? അപ്പോൾ നിങ്ങളിവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് 714 എന്നുള്ള കാര്യം. എനിക്ക് തോന്നുന്നു ഈ ബ്രാഞ്ച് അല്ലെങ്കിൽ ഈ ബാങ്ക് അറിയപ്പെടുന്നതിൻ്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ ഇതിന് സമാനമായ പേരുള്ള മറ്റ് സ്ഥാപനങ്ങൾ കൂടി പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയെക്കുറിച്ചും സഹകരണ പ്രസ്ഥാനം കേരളത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും ഇവിടെ പരാമർശിക്കേണ്ടതില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഈ സഹകരണ പ്രസ്ഥാനവും ഈ നാടും ഒന്നിച്ച് ലയിച്ചു ചേർന്നതാണ്. ലയിച്ചു ചേർന്നു എന്ന് പറയാൻ കാരണം, സാധാരണ നിലയിൽ ഞായറാഴ്ച ഈ നേരത്തൊരു പരിപാടി വെച്ചാൽ ഇങ്ങനെയൊന്നും ആൾ വരൂല. പിന്നെ ഞാനാണെങ്കിൽ ഈ രജീഷിൻ്റെ സമ്മർദ്ദത്തിന് വിധേയമായി എങ്ങനെയാണ് ഒന്നിച്ച് പ്രവർത്തിച്ച ഒരാൾ ഇങ്ങനെ നിരന്തരം വിളിക്കുമ്പം ഒഴിവ് കഴിവ് പറഞ്ഞു പോകുന്നത് ശരിയല്ല. അങ്ങനെ ഒഴിവാൻ വേണ്ടി വെച്ചൊരു സമയമായിരുന്നു ഈ രാവിലെ. ഇപ്പോൾ സ്വാഭാവികമായും രജീഷിൻ്റെ പ്രതികരണം വരിക രാവിലെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ രാവിലെ വെച്ചു എന്ന് മാത്രമല്ല, നിറഞ്ഞ സദസ്സോടുകൂടി ഈ പരിപാടി സംഘടിപ്പിക്കാൻ വന്നു എന്നത് സൂചിപ്പിക്കുന്നത് ഈ ബാങ്ക് ഈ നാടിൻ്റെ ഭാഗമാണെന്നുള്ളതാണ്. ഈ ബാങ്കും ഈ നാട്ടിലെ ജനങ്ങളും രണ്ടല്ല, ഒന്നാണ്. ഒരു വീട്ടിൽ ചടങ്ങ് വെച്ചാൽ എപ്രകാരമാണോ നമ്മൾ വരുന്നത്, അതിന് സമാനമായി നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഒത്തുചേർന്നു ഈ ചടങ്ങ് വിജയിപ്പിക്കാൻ. സഹകരണ പ്രസ്ഥാനം കേരളത്തിൽ കനത്ത വെല്ലുവിളി നേരിടുന്ന കാലമാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, ഞങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ട് അന്തിമമായി വന്നില്ല. പോയ വർഷം ലാഭമാണ്, ഇത്തവണയും ഞങ്ങൾ ലാഭം പ്രതീക്ഷിക്കുന്നു. വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ ഡയറക്ടർ സൂചിപ്പിച്ചു. തുടർന്ന് അധ്യക്ഷനും അടിവരയിട്ടുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ വളരെ ശക്തിയോടെ മുന്നോട്ട് പോകും. അദ്ദേഹം നടത്തിയൊരു വിമർശനം നിങ്ങൾ കേട്ടുകയാണ്. എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല, മെമ്പർമാർ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അതിവിടെ മാത്രമല്ല, എല്ലായിടത്തും അങ്ങനെയാണ്. ഒരു ഗിഫ്റ്റ് ഉണ്ട്, അതും മേടിച്ച് വേഗം തെറ്റിക്കളയും. അത് സഹകരണ മേഖലയിലെ ഒരു പൊതു ന്യൂനതയാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ബാങ്കിൽ പൊതുയോഗം വിളിച്ചാൽ വലിയ ക്യൂ ആയിരിക്കും. എൻ്റെ നാട്ടിലൊരു വലിയ ബാങ്കുണ്ട്, കോടിയേരി ബാങ്ക്. വലിയ ക്യൂ ആയിരിക്കും. ക്യൂ പൊതുയോഗത്തിൽ പങ്കെടുക്കാനല്ല, കൊടുക്കുന്ന ഗിഫ്റ്റ് വാങ്ങിക്കാനാണ്. അപ്പം അതുകൊണ്ട് ബാങ്ക് എടുക്കേണ്ട ഒരു തീരുമാനം, ഇതിൽ സംബന്ധിക്കുന്ന പൊതുയോഗം പൂർണ്ണമായും തീർന്നാൽ മാത്രമേ ഇനി ഗിഫ്റ്റ് കൊടുക്കൂ നിഗമനത്തിലെത്തിയാൽ പരമാവധി ആളുകൾ നിങ്ങളുമായി സഹകരിക്കാൻ മുന്നോട്ട് വരും. ഇത് നിങ്ങളുടെ ബാങ്കാണ്, നിങ്ങൾ കൃത്യമായി ഓരോ കാര്യങ്ങളും മോണിറ്റർ ചെയ്യണം. ഇത് ജനങ്ങളുടെ ബാങ്കാണ്. സഹകരണ പ്രസ്ഥാനം എന്നത് ജനങ്ങളുടേതാണ്. ജനങ്ങളാണ് ഈ സഹകരണ പ്രസ്ഥാനത്തെ നയിച്ച് മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ഫണ്ടാണ്, നിങ്ങളുടെ ചോരയും നീരുമാണ് ഈ സഹകരണ പ്രസ്ഥാനത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. ഇതിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരും ഇതിൻ്റെ ഭരണസമിതിയും ഇതിൻ്റെ ഉപഭോക്താക്കളും എല്ലാം പരസ്പരം അറിയുന്നവരാണ്.